ഹായ്, രാവിലെ എങ്ങോട്ടാണെന്നല്ലേ? രാവിലെ ഞങ്ങളെ പിറവം ഒലിപ്പുറം ആമ്പൽപ്പാടം കാണാൻ പോകും. റീൽസിൽ കണ്ട് 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 കൂത്തി വന്നിട്ട് വയ്യ. ഇന്ന് എന്തായാലും കാണാം. രാവിലെ ഒരു 6:15 എഴുന്നേറ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടി പുറപ്പെടുക കേട്ടോ. റോഡിലൊന്നും ഒട്ടും തിരക്കില്ല കേട്ടോ. തിരക്കുണ്ട് കേട്ടോ. നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ എത്തി കേട്ടോ. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഇന്നിപ്പോൾ ഒരു അവധി ദിവസമായതുകൊണ്ട് പലരും കാണാനായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ നിറം കണ്ടോ, ഭയങ്കര ഒരു എടുപ്പുള്ളൊരു കളറില്ലേ അത്. അതത്രയും ആ പാടത്ത് വിടർന്ന് നിറഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ എല്ലാവർക്കും ഭംഗിയാട്ടോ. അവരാണെങ്കിൽ പുറകെ നടക്കുമ്പോൾ കൊച്ചു കൊച്ചു കല്ലുകളൊക്കെ എടുത്ത് തോട്ടിലിടുവാണേ. ടോളം തല്ലുന്നതൊക്കെ നോക്കിയിരിക്കുന്നു, ചെറിയ ചെറിയ കമ്പോഷണങ്ങളൊക്കെ എടുത്തിടുന്നു. അങ്ങനെ അവൻ അവൻ്റേതായ രീതികളിലൊക്കെ നടന്നിങ്ങി പോരുക. പുള്ളിക്ക് അതിനകത്ത് ഈ ചെളിയിൽ കല്ലിടുമ്പോൾ കാണുന്ന ഒരു സന്തോഷം കേട്ടോ. നമ്മളിങ്ങനെ കുറച്ച് നടന്നെങ്കിലും നമുക്ക് പൂവൊക്കെ പറിക്കണം എന്നുണ്ടേ, പക്ഷെ പറിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. കുറച്ച് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പിള്ളേർ പറിച്ച് കുറച്ച് 2-3 പൂവ് അവന് കൊണ്ടു കൊടുത്തേ. കിട്ടിയ പൂവൊക്കെ പിടിച്ച് നമ്മളങ്ങനെ നടന്ന് തിരിച്ച് കയറുവാണേ. ഒരു സൈഡും കൂടി നമുക്ക് നടന്ന് കാണാനുണ്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ച് സ്പീഡായിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അതിനിടയിൽ ചെറിയൊരു പണി കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാലം തോട് ഒക്കെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെറിയ പലക വെച്ചുള്ള ചെറിയ ചെറിയ നടക്കാനായിട്ടൊരു ചെറിയൊരു സപ്പോർട്ട് ഉണ്ടാവുമല്ലോ. കുഞ്ഞുഞ്ഞിനാണെങ്കിൽ അതിൻ്റെ മുകളിൽ കയറിയപ്പോഴേക്കും അത് പൊളിഞ്ഞ് വീഴുവോ, പൊട്ടി വീഴുവോ, അല്ലെങ്കിൽ ചരിഞ്ഞ് വീഴുവോ എന്നുള്ളൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പേടിച്ചാണെങ്കിലും പുള്ളി അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പുള്ളി അത് നടന്ന് കയറി പോന്നു. ആ പൂ തന്ന കുട്ടികൾ നമ്മുടെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നടന്നു കഴിഞ്ഞപ്പോൾ ആകെ വിശപ്പായി, ടയേർഡായി, തിരിച്ചു കയറി പോരാന്നായി കേട്ടോ. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് തിരിക്കുകയാണേ. തിരിച്ചു കയറി വരുമ്പോൾ തന്നെ ഒരു റെയിൽവേ ക്രോസാണ്. ഒരു സൈഡിൽ നിന്ന് മാത്രമല്ല, 2 സൈഡിൽ നിന്നും ട്രെയിൻ ഉണ്ടായിരുന്നു. ഇത് രണ്ടും പോയി കഴിഞ്ഞ് വണ്ടിയുടെ പൊല്യൂഷൻ തീർന്നിരിക്കുമായിരുന്നേ. അതും എടുത്തു കേട്ടോ. ഒരു ദോശയും കഴിച്ചു.